Angamaali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ സന്തോഷം പ്രകടിപ്പിച്ച് മാണിക്യമംഗലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ യു.ഡി.എഫ് പ്രവർത്തകർ വിപുലമായ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. സത്യപ്രതിജ്ഞാ സമയത്ത് ജംഗ്ഷനിൽ പ്രവർത്തകർ 102 ഗുണ്ടുകൾ പൊട്ടിച്ച് കരിമരുന്ന് പ്രയോഗം നടത്തുകയും വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ലഡു വിതരണം ചെയ്യുകയും ചെയ്തു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ സന്തോഷം പ്രകടിപ്പിച്ച് മാണിക്യമംഗലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ യു.ഡി.എഫ് പ്രവർത്തകർ വിപുലമായ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. സത്യപ്രതിജ്ഞാ സമയത്ത് ജംഗ്ഷനിൽ പ്രവർത്തകർ 102 ഗുണ്ടുകൾ പൊട്ടിച്ച് കരിമരുന്ന് പ്രയോഗം നടത്തുകയും വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ലഡു വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് നടന്ന ആഹ്ലാദ സമ്മേളനത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ പുതിയ യു.ഡി.എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ നേർന്ന് സംസാരിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ഏറെ സന്തോഷം നൽകുന്ന ഒരു സുദിനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തെ അടിച്ചു പുറത്താക്കി യു.ഡി.എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മാണിക്യമംഗലത്തെ ജനങ്ങൾ. കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ്. ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് കേരളത്തിൽ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികളെ ജനമധ്യേ തുറന്നുകാട്ടി നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പോരാട്ടം നടത്തിയ ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് കേരളത്തിലെ ജനങ്ങൾ വലിയ അംഗീകാരമാണ് നൽകിയിട്ടുള്ളത്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ യു.ഡി.എഫ് അധികാരത്തിലേക്ക് മടങ്ങി വരുമെന്ന ശ്രീ വി.ഡി. സതീശന്റെ പ്രഖ്യാപനം അത് അർത്ഥവത്താക്കിക്കൊണ്ട് ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ ജനങ്ങൾ യു.ഡി.എഫിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ഉത്തരവാദിത്തം കൃത്യമായും സമയബന്ധിതമായും നിർവഹിക്കാൻ യു.ഡി.എഫ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസം നിയുക്ത മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചത്. എല്ലാ വാഗ്ദാനങ്ങളും സമയബന്ധിതമാക്കി പൂർത്തിയാക്കാൻ ഇനിയുള്ള യു.ഡി.എഫ് പ്രവർത്തകരുടെ പിന്തുണ, കലവറയില്ലാത്ത പിന്തുണ ഈ ഗവൺമെന്റിനുണ്ടാകും. മറ്റൊരു ശക്തികൾക്കും കീഴടക്കുവാനോ അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കാനോ സാധിക്കാത്ത വിധം കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തും തങ്കലിപികളിൽ എഴുതി ചേർക്കുന്ന ഒരു ഭരണത്തിനായിരിക്കും വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ടീം യു.ഡി.എഫ് നേതൃത്വം നൽകുന്നത് എന്നുകൂടി പറയാൻ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാലടിയിൽ അങ്കമാലി നിയോജക മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഐതിഹാസികമായിട്ടുള്ള വിജയമാണ് റോജി എം ജോൺ നേടിയെടുത്തത്. റോജി എം ജോണിന് 37,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അങ്കമാലിയിലെ വോട്ടർമാർ നൽകിയത്. അതിൽ തന്നെ കാലടി പഞ്ചായത്തിൽ നിന്നും എക്കാലത്തെയും വലിയ ഭൂരിപക്ഷം 4,603 വോട്ടിന്റെ ഭൂരിപക്ഷം ശ്രീ റോജി എം ജോണിന് നേടിക്കൊടുക്കാൻ സാധിച്ചു. കാലടിയിൽ 217 ബൂത്തുകളാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ആകെയുള്ളതെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് കാലടിയിൽ നിന്നുമുള്ള 171 ബൂത്തിലാണെന്നുള്ള അഭിമാനം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സന്തോഷം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ ഐതിഹാസികമായിട്ടുള്ള വിജയം ശ്രീ റോജി എം ജോണിന് സമ്മാനിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അങ്കമാലിക്കാർക്ക് നൽകിയ വലിയ സമ്മാനമാണ് റോജി എം ജോണിന്റെ മന്ത്രി എന്ന സ്ഥാനം. ആ സ്ഥാനം ഉത്തരവാദിത്തോടു കൂടി നിർവഹിച്ച് അങ്കമാലിയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഊടും പാവും നെയ്യാൻ കരുത്തനായ ഒരു MLA-യെ നമുക്ക് ലഭിച്ചിരിക്കുന്നു, ഒരു മന്ത്രിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ അവസരം വളരെ നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്കമാലിയുടെ വികസനത്തിന് വലിയ തുടക്കം കുറിക്കാനും മുഖച്ഛായ മാറ്റാനുമുള്ള പദ്ധതികൾക്ക്, കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി ആവിഷ്കരിച്ച് നടപ്പിലാക്കും എന്നുള്ള കാര്യം കൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ മഹത്തായ വിജയം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച
മുഴുവൻ UDF പ്രവർത്തകരെയും നേതാക്കളെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സമയത്ത് ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടികൾ സമയബന്ധിതമായി നിറവേറ്റാൻ പുതിയ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പൗലോസ് കോനൂരാൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ജെയിംസ് പടയാട്ടി, AA യാക്കോബ്, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP ഡെന്നി, ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ എന്നിവരും KT പൗലോസ്, സോജി പറോക്കാരൻ, ബിജു ചാക്യൻ, കുര്യാക്കോസ് പാറക്കട, ഡെന്നി തോമസ്, TV ബൈജു തുടങ്ങിയവരും ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അങ്കമാലിയുടെ പൊന്മുത്തേ അങ്കമാലിയുടെ പൊന്മുത്തേ റോജിയം സിന്ദാബാദ് റോജിയം ജോൺ നേതാവേ